പത്തനംതിട്ട ചിറ്റാർ ഈട്ടിച്ചുവട് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. സംരക്ഷണ വേലികളും കൃഷിയും നശിപ്പിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ഉണ്ട് വിശദാംശങ്ങളുമായി. ശ്രീരാജ്, എപ്പോഴാണ് ഈ കാട്ടാന ഇറങ്ങിയത്? ഇപ്പോഴും പ്രദേശത്ത് ആ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടോ? കാട്ടാനയെ കാട് കയറ്റിയോ? എന്താണ് വിവരങ്ങൾ? ആതിര, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ചിറ്റാർ ഇട്ടിച്ചൂട് മേഖലയിൽ ആന ഇറങ്ങിയത്. ഏകദേശം 30-ലധികം വീടുകളുള്ള ഒരു ജനവാസ മേഖലയിലാണ് നിലവിൽ കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ സമീപ പ്രദേശത്തെല്ലാം നേരത്തെയും ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു പ്രദേശത്തേക്ക് ആന എത്തുന്നത് ഇതാദ്യമായിട്ടാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രദേശവാസികളുടെ പുരയിടങ്ങളിലുണ്ടായിരുന്ന കൃഷിയും അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളുമെല്ലാം തന്നെ ആന നശിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നേരത്തെയും ആനയുടെ ശല്യം ഉണ്ടായിട്ടുണ്ട്. ആനയുടെ നിരന്തര സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രദേശത്ത് ഹാരിസൺ മലയാളത്തിൻ്റെ എസ്റ്റേറ്റ് ഉണ്ട്. അവിടെ കൈത കൃഷിയുണ്ട്. ആ കൈത കൃഷി ആരംഭിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള കാട്ടാനയുടെ ശല്യം ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ പരാതിപ്പെട്ടിരുന്നു. എന്തായാലും ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു കാട്ടാന ഇറങ്ങിയത്. ഏറെ സമയം അത് പ്രദേശത്ത് പരിഭ്രാന്തി പടർത്തിയിരുന്നു. അതുപോലെ തന്നെ നാട്ടുകാർ എല്ലാവരും തന്നെ വലിയ പ്രതിഷേധത്തിലാണ് നിലവിലുള്ളത്. ആന ഇറങ്ങുന്നതിൽ അല്ലെങ്കിൽ ആനയുടെ സാന്നിധ്യം ഇല്ലാതാക്കുന്നതിൽ, ആന അങ്ങോട്ട് വരാതിരിക്കുന്നതിൽ വനം വകുപ്പ് കൃത്യമായ ഒരു നടപടി ഇതുവരെയും എടുത്തിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അടിയന്തരമായി അതിലൊരു പരിഹാരം കണ്ടെത്തിയില്ല എങ്കിൽ ഇപ്പോൾ ആളുകളുടെ പ്രധാന ആശങ്ക ഇത് പുതിയൊരു മേഖലയിലേക്കാണ് ആന വരുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഇതിൻ്റെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സമീപ പ്രദേശങ്ങളിലെല്ലാം ആന വരാറുണ്ടായിരുന്നുവെങ്കിലും ഈ ഭാഗത്തേക്ക് ആന എത്തുന്നത് ഇത് ആദ്യമായാണ്. അപ്പോൾ അതിൽ ആളുകൾ കൂടുതൽ പരിഭ്രാന്തരായിട്ടുണ്ട്. ഈ പ്രദേശത്തേക്ക് ആന വരുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് പോലും ആന എത്തുന്നത് തടയാൻ വനംവകുപ്പിനോട് നിരവധി തവണ പരാതി പറഞ്ഞിട്ടും അല്ലെങ്കിൽ പരാതി നൽകിയിട്ടും അതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ ഇവിടെ ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടും വലിയ തർക്കം ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആ നിലവിൽ സ്ഥാപിച്ചിരുന്ന ഫെൻസിംഗ് ഉൾപ്പെടെ ആന നശിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് ആളുകളുള്ളത്. നമുക്കറിയാം, ഈ മേഖലയിൽ തന്നെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ സമീപ പ്രദേശത്ത് തന്നെയാണ് വനം വകുപ്പിനെതിരെ കോൺഗ്രസിൻ്റെ എല്ലാം നേതൃത്വത്തിൽ ആന്റോ ആന്റണി എംപിയുടെ നേതൃത്വത്തിലെല്ലാം വലിയ പ്രതിഷേധം നടന്നിരുന്നു. വനം വകുപ്പ് സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ ഉൾപ്പെടെ, അപകട സൂചനാ ബോർഡുകൾ ഉൾപ്പെടെ എടുത്തു കളഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാരെല്ലാം എത്തിയിരുന്നു. ആ ഒരു മേഖലയോട് അടുത്തുള്ള പ്രദേശം തന്നെയാണ് ഇന്നലെയും കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായ ഈ ചിറ്റാർ ഇട്ടിച്ചൂട് മേഖല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാത ക്രോസ് ചെയ്താണ് ആന ഈ പുതിയ ഒരു മേഖലയിലേക്ക് എത്തിയിട്ടുള്ളതെന്നും നാട്ടുകാർ പറയുന്നു. അപ്പോൾ ഇതിൽ അടിയന്തരമായ ഒരു പരിഹാരം വേണം. ഇത്തരത്തിൽ വന്യമൃഗ ശല്യത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ ഞാൻ പലതവണ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ മേഖലയിലേക്ക് ആന എത്തിയതിൽ കൂടുതൽ പരിഭ്രാന്തരാണ് നാട്ടുകാർ. അതുപോലെ തന്നെ വലിയ പ്രതിഷേധത്തിലുമാണ് ആതിര. എന്തായാലും പത്തനംതിട്ട ചിറ്റാറിലാണ് ഇവിടെ സ്ഥിരമായി കാട്ടാനകൾ ഇത്തരത്തിൽ ഇറങ്ങാറുണ്ട്, ഇത്തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്നൊക്കെയുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. കൃഷിയടക്കം നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ശ്രീരാജാണ് വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.